ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ UN, നാസ, വേൾഡ് ട്രേഡ് സെൻറ്റർ ഇവിടങ്ങളിലെല്ലാം ആർക്കും കയറുവാൻ പറ്റുമോ എന്നത് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം വളരെ ലളിതമാണ്. ആർക്കും കയറാം. മാത്രമല്ല, ലോക നേതാക്കൾ ഒത്തുകൂടുന്ന ജനറൽ അസംബ്ലിയിൽ നമുക്ക് പോവുകയും അവിടെ ഇരിക്കുകയും ചെയ്യാം. പക്ഷേ അതിൽ കയറി പറ്റാനുള്ള ചില നൂലാമാലകൾ അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. മൻഹാറ്റൻ ദ്വീപിൻ്റെ കിഴക്കൻ തീരത്ത് ഈസ്റ്റ് നദിക്കരികിൽ 18 ഏക്കർ വിസ്തൃതിയുള്ള ഐക്യരാഷ്ട്രസഭ ആസ്ഥാനം സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീകമായി ഇവിടെ നിലകൊള്ളുന്നു. ഈ സമുച്ചയത്തിൽ ആകെ 54,000 ജാലകങ്ങളുണ്ട്. മുഴുവനും മെറ്റൽ ഗ്രിഡിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന പച്ച കർട്ടൻ ഭിത്തികളാണ്. ന്യൂയോർക്ക് നഗരത്തിലെ ഗ്ലാസ് കർട്ടൻ ഉപയോഗിച്ച ആദ്യത്തെ അമ്പരചുംബിയാണ് ഈ കെട്ടിടം. ഇതിൻ്റെ മനോഹരമായ ഉൾവശവും കോൺഫറൻസ് റൂമുകളും കാണുന്നതിനായി ഈ വീഡിയോ മൊത്തമായും കാണുക. ജനീവ, നെയ്റോബി, വിയന്ന, ഹേഗ് എന്നിവിടങ്ങളിൽ UN ഓഫീസുകളുണ്ടെങ്കിലും ന്യൂയോർക്ക് സിറ്റിയിലെ ഈ കെട്ടിട സമുച്ചയമാണ് UN ആസ്ഥാനം. ഐക്യരാഷ്ട്രസഭയിൽ 193 രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളുടെയും പതാകകൾ രാവിലെ 8 മണിക്ക് ഉയർത്തുകയും വൈകിട്ട് താഴ്ത്തുകയും ചെയ്യാറുണ്ട്. അഫ്ഗാനിസ്ഥാൻ മുതൽ സിംബാബ്വെ വരെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. പാലസ്തീൻ രാജ്യങ്ങളും വത്തിക്കാനും ഇതിൻ്റെ അംഗങ്ങളല്ല. മുൻവശത്ത് തന്നെ ഒരു വെങ്കല പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഇറ്റലി പ്രദാനം ചെയ്ത ഈ വെങ്കല ശില്പം പരസ്പരം ബന്ധിപ്പിക്കുന്ന 2 ഗോളങ്ങളെ ചിത്രീകരിക്കുന്നു. ഗോളത്തിനുള്ളിൽ മറ്റൊരു ഗോളം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഭാഗം ഭൂഗോളത്തെ തന്നെ ചിത്രീകരിക്കുന്നു. ഇതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഫ്രണ്ട് ലോബി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഭാവിയിൽ നടക്കുന്ന ലോക മഹായുദ്ധങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നു. ഭാവിയിലെ യുദ്ധങ്ങൾ തടയുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു അന്താരാഷ്ട്ര സംഘടനയാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും അന്നത്തെ പ്രസിഡന്റ് റൂസ്വെൽറ്റ് ശ്രമിച്ചു. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, രാജ്യങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക, അന്താരാഷ്ട്ര സഹകരണം കൈവരിക്കുക, രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ സമന്വയിപ്പിക്കുന്നതിനുള്ള കേന്ദ്രമായി പ്രവർത്തിക്കുക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ്. ഇതിൻ്റെ ലോബിയിൽ നടന്ന ഒരു വയലിൻ കോൺസർട്ട് കാണുക. ഇതിൻ്റെ മുൻവശത്തെ ഹാളിൽ തായ്ലൻഡ് ഗവൺമെൻറ് സമ്മാനമായി കൊടുത്തൊരു വഞ്ചിയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിനും രാജ്യങ്ങൾ തമ്മിലുള്ള ആക്രമണം തടയുന്നതിനും ബലപ്രയോഗം ഉൾപ്പെടാത്ത സാമ്പത്തിക ഉപരോധങ്ങളും മറ്റ് നടപടികളും പ്രയോഗിക്കാൻ അംഗങ്ങളോട് ആവശ്യപ്പെടാനും അക്രമികൾക്കെതിരെ സൈനിക നടപടിയെടുക്കാനും ഐക്യരാഷ്ട്രസഭ മുൻകൈയെടുക്കുന്നു. UN സെക്യൂരിറ്റി കൗൺസിൽ ചേംബർ ലോക സമാധാനത്തിനും പുതിയ രാജ്യങ്ങളെ UN-ലേക്ക് ചേർക്കുന്നതിനുമുള്ള മെമ്പർഷിപ്പ് അംഗീകരിക്കുന്നതുമായ കൗൺസിലാണിത്. ഇതാണ് UN ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. 2023 ഒക്ടോബർ 10 UN-ൽ വസുദൈവ കുടുംബകം എന്ന ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടന്നു.
ലോകത്തിലേക്കും ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടമായ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്കാർക്ക് ഒരു കോൺഫറൻസ് നടത്തുവാൻ അനുവാദം ലഭിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. സംവാദവും നൂതന ചിന്തയും വളർത്തുന്നതിനും അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമുള്ള കേന്ദ്രവേദിയാണിത്. UN ജനറൽ അസംബ്ലിയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചേംബർ. 2000 പേർക്ക് ഇരിപ്പിടമുള്ള ഈ വിശാലമായ ഹാളിൽ എല്ലാ സെപ്റ്റംബറിലും സമാധാനം, നീതി, സാമ്പത്തികവും സാമൂഹികവുമായ ക്ഷേമം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും തീരുമാനിക്കുവാനും ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തിലെ 7 ബില്യൺ ജനങ്ങളുടെ പ്രതിനിധികൾ ഒത്തുകൂടുന്ന സ്ഥലമാണിത്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക, മാനുഷിക സഹായം എത്തിക്കുക, അന്താരാഷ്ട്ര സംഘർഷത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഏതെങ്കിലും തർക്കമോ സാഹചര്യമോ അന്വേഷിക്കുക, ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. മാത്രമല്ല, ആയുധങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുക, സമാധാനത്തിനോ ആക്രമണത്തിനോ ഭീഷണിയുണ്ടെന്ന് നിർണ്ണയിക്കാനും എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ശുപാർശ ചെയ്യാനും ഈ അസംബ്ലി പ്രയോജനപ്പെടുത്തുന്നു. ലോകരാജ്യങ്ങളിൽ നിന്ന് കടന്നുവരുന്ന എല്ലാ പ്രതിനിധികൾക്കും സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. ആയിരത്തി 1945 ജപ്പാനിലെ ഹിരോഷിമ, നാഗസാക്കി എന്നിവിടങ്ങളിൽ നടന്ന ആണവ വിസ്ഫോടനത്തിൻ്റെ അവശിഷ്ടങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പോർച്ചുഗീസുകാരനായ അന്റോണിയോ ഗുറ്ററസ് ആണ് ഇപ്പോഴത്തെ UN സെക്രട്ടറി ജനറൽ. വിജ്ഞാനപ്രദമായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.